ഇറാൻ മുന്നോട്ട് വെച്ച 14 പ്രപ്പോസൽ കംപ്ലീറ്റ്ലി റിജക്റ്റഡ് ആണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന്. അതിനർത്ഥം തൽക്കാലം അത്തരത്തിലുള്ള ഒരു നെഗോസിയേഷന് സാധ്യതയില്ല എന്നുള്ളതാണ്. ഇതിന് പ്രധാനമായിട്ടൊരു കാരണം ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചത് അല്പം സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രംപിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രപ്പോസലാണ്. ഓവർ ദ പീരിയഡ് കഴിഞ്ഞ ഒരു 10-30 ദിവസമായിട്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രപ്പോസൽസ് പരസ്പരം കൈമാറുന്നുണ്ടെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്നും ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രപ്പോസലാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അതിൽ ഹോർമസിന്റെ കംപ്ലീറ്റ് അധികാരം ഇറാന് വേണമെന്നുള്ളത്, 2 ന്യൂക്ലിയർ പദ്ധതിയിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല എന്നുള്ളത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലപാടാണ് ഇപ്പോൾ ഇറാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിന് ഈ തരത്തിലുള്ള നെഗോസിയേഷന് അംഗീകരിക്കുക എന്നുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിലൊരു സാധ്യതയായി നമ്മൾ കണ്ടിരുന്നത്, അതായത് അടുത്ത ഈ ആഴ്ച തന്നെ പാകിസ്ഥാനിൽ വെച്ചൊരു നെഗോസിയേഷനുള്ള സാധ്യത തുറന്നിടും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. അത് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനൊരു മറുപുറം കൂടെ ഉള്ളത്, ഇറാൻ അഗ്രസീവായിട്ടുള്ള അക്രമങ്ങൾ ഈ GCC മേഖലയിലേക്കും തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അത് ഈ മേഖലയെ മാത്രമല്ല അമേരിക്കയിലെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ലോകത്തെ മൊത്തം സമ്പദ് വ്യവസ്ഥയെ ഒരു ഹോസ്റ്റേജിൽ വെച്ചുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഈ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മാസം മധ്യത്തിൽ ട്രംപ് ചൈന സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പൊസിഷൻ ഓഫ് പവറിൽ നിന്നുകൊണ്ട് തന്നെ ചൈനയുമായി നെഗോഷിയേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ട്രംപ് പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ ചുരുളഴിയുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ ലോകം മുഴുവൻ വലിയ രീതിയിലുള്ള ഒരു അശാന്തമായി തന്നെ തുടരുകയാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ച് അത് എത്രത്തോളം ഒരു ഭീകരാവസ്ഥയിലേക്കാണ് പോകുന്നത്? കാരണം പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ കോവിഡിന് സമാനമായ രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ സ്വയം നിയന്ത്രണം വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെയും നമുക്കറിയാം ഇങ്ങനത്തെ ഒരു നിർദ്ദേശങ്ങളും ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇത് ഏത് രീതിയിൽ വേണം നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ? വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം വ്യക്തമാണോ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെയാണ്. അതിനുള്ള പ്രധാന കാരണം ഒരു 80% ഇമ്പോർട്ട് ആണ് ചെയ്യുന്നത്. ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ഇന്ത്യയുടെ ഇമ്പോർട്ട് ഡിപ്പെൻഡന്റ് ആണ്. അതുകൊണ്ട് അത് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. അതുമാത്രവുമല്ല, ഇന്ത്യൻ ഇക്കോണമി ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഫ്ലക്ച്വേഷൻ പോലും, ഓയിലിന്റെ വിലയിലുണ്ടാകുന്ന ചെറിയ വർധനവ് പോലും ഇന്ത്യന്റെ മൊത്തം GDP വലിയ രീതിയിൽ ബാധിക്കുന്നതായിട്ട് നമ്മൾക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം ഈ 15-ാം തീയതി, മെയ് മാസം 15-ാം തീയതി പ്രധാനമന്ത്രി യൂറോപ്പ് സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ UAE-യിൽ ഒരു 3 മണിക്കൂർ തങ്ങിയാണ് യാത്ര തുടരുന്നത്. അത് വളരെ പ്രധാനമാണ്. കാരണം UAE-യുമായുള്ള ഒരു എനർജി അഗ്രിമെന്റിലും അതിനെ തുടർന്ന് ഒരു സെക്യൂരിറ്റി അഗ്രിമെന്റിലെല്ലാം ഇന്ത്യ സൈൻ ചെയ്യാൻ ഉള്ള സാധ്യത ഇതിനകത്ത് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ താല്പര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ച എണ്ണവിലയിൽ മാത്രമല്ല, ഈ മേഖലയിൽ ഇന്ത്യക്കാരുടെ വലിയ ഒരു പോപ്പുലേഷൻ ജോലി ചെയ്യുന്നുണ്ട്. അതും വലിയൊരു പ്രശ്നമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അവരുടെ സുരക്ഷ, അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു സുരക്ഷ, ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഈ യുദ്ധം എത്രത്തോളം നീളുന്നു അത്രത്തോളം പ്രതിസന്ധി തുടരുമെന്ന് തന്നെ വേണം കരുതാൻ. ഇന്ത്യ പോലെ മാത്രമല്ല, GCC രാജ്യങ്ങൾ, ഗൾഫ് കോർപ്പറേഷൻ രാജ്യങ്ങളെയും ഈ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെയും ചൈനയും അടക്കം ഈ യുദ്ധം വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. യൂറോപ്പിനെയും ബാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഈ യുദ്ധത്തിന്റെ അയവ് വരുന്നില്ല എങ്കിൽ ലോകം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഒറ്റ കാര്യം കൂടെ അതിനകത്ത് ചേർത്ത് പറയാനുള്ളത്, ഈ യുദ്ധം ഉണ്ടാക്കിയിട്ടുള്ള വലിയ മറ്റൊരു മാറ്റം എന്നത് ഗൾഫ് മേഖലയിലെ കോൺഫ്ലിക്റ്റുകളാണ്. ഇപ്പൊ UAE ഇടയിലുള്ള ഒരു തരത്തിലുള്ള വിഭജനം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും UAE ഒപെക്കിൽ നിന്ന് പിന്മാറിയതോടെ ഈ അടുത്ത അവസരത്തിൽ, കിട്ടുന്ന അവസരത്തിൽ ആ രാജ്യം അവർക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ഓയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിലേക്ക് കടക്കും. അത് UAE മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളും അതേ പദ്ധതി തുടരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഒരു
കൊളാറ്ററൽ ബെനിഫിഷ്യറി ആവുക ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളാണ്. ഇന്നും കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം ലോകത്ത് ഓയിൽ ഉൽപ്പാദനം കൂടുകയാണെങ്കിൽ ആ സമയത്ത് അത് ഇന്ത്യക്ക് ഗുണം ചെയ്യും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ യുദ്ധം എത്രത്തോളം തുടരുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ബുദ്ധിമുട്ട് തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.